ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന പ്ലേസിലെ വാഴാനി ഡാമിലേക്കാണ്. ഇത് ഡാം എന്ന് പറയുന്നത് നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ കപ്പിൾസിൻ്റെ ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇങ്ങോട്ട് ഫാമിലീസൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ മാക്സിമം ഹോളിഡേയ്സിലൊക്കെ പോകാൻ വേണ്ടി നോക്കുക. ബാക്കിയുള്ള ഡേയ്സിലൊക്കെ മാക്സിമം കപ്പിൾസാണ് അവർ വരത്തുള്ളൂ. ഇവിടെ നമുക്ക് ഡാമിൻ്റെ ഒരു സൈഡിൽ ഡാമിൻ്റെ വെള്ളവും കാര്യങ്ങളും, പിന്നെ ഒരു സൈഡിൽ ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ കാണാനൊക്കെ ഒരു അടിപൊളിയാണ്. പക്ഷെ പോകുമ്പോൾ ഈവനിങ് ടൈമിലൊക്കെ പോവുക, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഉച്ചയ്ക്ക് കുടയൊക്കെ പിടിച്ച് കപ്പിൾസ് ഉണ്ടാവും. അല്ലാണ്ട് ഫാമിലി ആയിട്ടൊന്നും ഒരിക്കലും ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല, ചൂടുണ്ട്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അത് ഇട്ട് തന്നെ പറയാൻ പറ്റത്തുള്ളൂ, ലോക്ക് ചെയ്തൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വാട്ടർ അടിയിൽ നിന്ന് വരുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡാമിൻ്റെ. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് അവിടെ തന്നെ ഉണ്ട്. കപ്പിൾസിനൊക്കെ അടിപൊളി ഒരു ബെസ്റ്റ് പ്രൈവസി സ്പോട്ടൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളവിടെ താഴത്ത് കയറുമ്പോൾ തന്നെ ചിൽഡ്രൻസിനും വലിയൊക്കെ കളിക്കാൻ പറ്റുന്ന ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നമുക്കൊരു സൈഡിൽ പാറ ഡാമിൻ്റെ ഇതൊക്കെയാണ്. ഇപ്പോൾ ഡാമിൽ വെള്ളം കാര്യങ്ങളോ നല്ല സീസൺ, അതേപോലെ മനുഷ്യ സീസണിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു നൈസ് വൈബ് ആയിരിക്കും. ഇപ്പോൾ അതല്ല, പിന്നെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കാണാം. അത് നേരെ വരുമ്പോൾ നമുക്ക് കപ്പിൾസിനും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ കയറി പോവുകയാണ്. അവിടെ നമ്മൾ കയറി പോകുമ്പോൾ നമുക്കൊരു പവലിയൻ കാണാൻ പറ്റും. അത് അടച്ചിട്ടിരിക്കുകയാണ്, ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ അതിന് ചുറ്റും അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് കാണാനും ഇരിക്കാനൊക്കെ. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ പരുങ്ങന്മാർ ഇങ്ങനെ മലയാളങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പാർക്കാണ്. നമുക്ക് അവിടെ കുറേ കാണാനും കുറേ നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഡാമിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും താഴത്തുനിന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കാണ്. അവിടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പിൾസിന് ഇരിക്കാൻ വേണ്ടി, കപ്പിൾസിന് മാത്രമല്ല ആർക്കും ഇരിക്കാം, അതിന് വേണ്ടിയുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലിങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ട് അത് നൈസ് വൈബാണ്. അതിനെ നമ്മൾ സൈഡിൽ കൂടെ പോകുമ്പോൾ കപ്പിൾസിനെ നമുക്ക് കാണാൻ പറ്റും. നേരെ പോവാം. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുളം കാണാം. ആ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ വേണമെന്നില്ല, പക്ഷേ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുളത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോയിരിക്കാനുള്ളൊരു സ്പേസും അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്രത്യേകത ഇത്രയും കാര്യമാണ് നമുക്ക് വയനാട്ടിൽ കാണാനായിട്ടുള്ള. അപ്പോൾ കപ്പിൾസായിട്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു തൃശ്ശൂരിലൊരു അടിപൊളി പ്ലേസിൽ നമുക്ക് എല്ലാവരും പോവുക. ഇനി ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കപ്പിൾസിൻ്റെ സ്പോട്ടിനും കാണാൻ വേണ്ടി തന്നെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.